പൂങ്കാവ് സ്വദേശിയായ ബി ബെന്നി സഹോദരി റോസമ്മയെ കൊന്ന് സ്വന്തം വീടിന് പിന്നിൽ കുഴിച്ചിട്ടു. മക്കളുമായി അകന്നു കഴിയുകയായിരുന്ന റോസമ്മ മറ്റൊരു വിവാഹം കഴിക്കുന്നതായിരുന്നു കൊലപാതകത്തിന് പ്രേരണ. വിവാഹത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ ബെന്നി റോസമ്മയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലുകയായിരുന്നു. പതിനഞ്ച് വർഷം മുൻപ് മാന്നാറിൽ നിന്ന് കാണാതായ കലയെ ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് കൊന്നു കുഴിച്ചുമൂടിയതാണെന്ന് ഞെട്ടലോടെയാണ് കേട്ടത്. കേസിൽ കലയുടെ ഭർത്താവ് അനിൽകുമാറിന്റെ ബന്ധുക്കളായ ജിനു, സോമരാജ്, പ്രമോദ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇസ്രയേലിലുള്ള അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനായി റെഡ് കോർണർ നോട്ടീസ് ഇറക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിച്ചെങ്കിലും അനുമതി ലഭിച്ചില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലം മാറിപ്പോയതും കക്കൂസ് ടാങ്കിൽ നിന്ന് ലഭിച്ച വസ്തുക്കളുടെ രാസപരിശോധനാ ഫലം വൈകുന്നതും അന്വേഷണത്തെ ബാധിച്ചിട്ടുണ്ട്. വീട്ടിൽ പ്രസവിച്ച ശേഷം മറ്റാരും അറിയാതെ കുഞ്ഞിനെ മറവു ചെയ്തതിന് യുവതിക്കും പ്രതിസുതവാരനും ഇയാളുടെ സുഹൃത്തിനുമെതിരെ പൂച്ചാക്കൽ പോലീസ് കേസെടുത്തു. അമിത രക്തസ്രാവത്തെ തുടർന്ന് യുവതി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതാണ് വിവരം പുറത്തറിയാൻ കാരണമായത്. കേസിൽ അറസ്റ്റിലായ ഡോണ ജോജി, കാമുകൻ തോമസ് ജോസഫ്, ഇയാളുടെ സുഹൃത്ത് അശോക് ജോസഫ് എന്നിവർ ജയിലിലാണ്. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ കുഞ്ഞിനെ കൊന്നതാണോ അതോ ജനിച്ചപ്പോൾ മരിച്ചതാണോ എന്ന് വ്യക്തമാവുകയുള്ളൂ. സമാനമായ രീതിയിൽ മറ്റൊരു ചോരക്കുഞ്ഞിനു കൂടി ആലപ്പുഴയിൽ ജീവൻ നഷ്ടപ്പെട്ടു. ആശാപ്രവർത്തകരുടെ ഇടപെടലാണ് കൊലപാതകം പുറത്തറിയാൻ കാരണം. കേസിൽ അറസ്റ്റിലായ ആശ, സുഹൃത്ത് രതീഷ് എന്നിവർ റിമാൻഡിലാണ്. ഇതിനിടെ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുത്ത് ആശയുടെ മറ്റൊരു സുഹൃത്തു കൂടി രംഗത്ത് വന്നതോടെ അന്വേഷണം സങ്കീർണമായിരിക്കുകയാണ്. കുഞ്ഞിന്റെ DNA പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. ഓഗസ്റ്റ് മാസം ആദ്യം എറണാകുളത്ത് നിന്ന് കാണാതായ വയോധികയുടെ മൃതദേഹം കലവൂർ കോർത്തുശ്ശേരിയിലൊരു വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. കേസിൽ കലവൂർ സ്വദേശി മാത്യൂസും ഭാര്യ ശർമ്മിളയും ഇവരുടെ സുഹൃത്ത് റൈനോൾഡ് എന്നിവരുമാണ് നിലവിൽ പ്രതികൾ. സുഭദ്രയുടെ സ്വർണവും പണവും തട്ടിയെടുക്കാനായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് പ്രതികളുടെ മൊഴി. നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.